ഇന്ന് രാവിലെ മുതൽ മാനന്തവാടിയെ വിറപ്പിക്കുകയാണ് തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം നീളുകയാണ്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ്. കുങ്കിയാനകളായ വിക്രത്തെയും സൂര്യനെയും സുരേന്ദ്രനെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടും. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും നടപടി. തണ്ണീർക്കൊമ്പൻ നഗരത്തിലിറങ്ങിയിട്ട് 12 മണിക്കൂർ പിന്നിട്ടു. സുർജിത് അയ്യപ്പത്തും സജോ ദേവസ്യയും ചേരുന്നുണ്ട്. ആദ്യം സജോ ദേവസ്യയിലേക്കാണ്. സജോ, ഇപ്പോൾ ആന എവിടെയാണ്? അല്പം മുമ്പ് ഒരു വാഴത്തോട്ടത്തിന് മധ്യത്തിലായിരുന്നു. മയക്കുവെടി വെക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ ഒരിടത്തേക്ക് ആന എത്തിയിട്ടുണ്ടോ? ഈ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. ആനയെ ആ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നതാണ്. സജോ, മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ ഇടത്തേക്ക് ആനയെ മാറ്റാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നീക്കാനുള്ള നടപടികൾ അത് ഫലം കാണുന്നുണ്ടോ? ഗോകുൽ, ഇപ്പോൾ അതിന് അനുയോജ്യമായ, അതായത് ദൗത്യം പൂർണ്ണമായി വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന അനുയോജ്യമായ ഒരു സ്ഥലമല്ല. പക്ഷേ വാഴത്തോട്ടത്തിൽ തന്നെയാണ്. നേരത്തെ മുകൾ ഭാഗത്തേക്ക്, കുന്നിൻ്റെ ഭാഗത്തേക്ക് തണ്ണീർക്കൊമ്പൻ കയറിപ്പോയിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവർ കുറേ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ വാഴത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിൽ, നേരത്തെ നിലയുറപ്പിച്ചിരുന്ന വാഴത്തോട്ടത്തിൻ്റെ ഒത്ത മധ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ ഉള്ളത്. അവിടെ നിന്ന് കുറേ കൂടി വിസിബിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കണം. ഇപ്പോൾ നിലവിലൊരു അനിശ്ചിതത്വമുണ്ട്. അവർ ഈ ആനയെ ഫോളോ ചെയ്യുന്നുണ്ട്. ദൗത്യ സംഘത്തെ സഹായിക്കുന്ന, ഡാട്ട് ചെയ്യുന്ന സംഘത്തെ സഹായിക്കുന്ന RRT ടീം ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ഈ ശബ്ദമുണ്ടാക്കി കല്ലുകളും മറ്റും വലിച്ചെറിഞ്ഞും ആനയെ ആ മറവിൽ നിന്നൊന്ന് പുറത്തേക്ക് എത്തിക്കണം. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം, കൺസർവേഷൻ ബയോളജിസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന സംഘം അവർ കാത്തു നിൽക്കുന്നുണ്ട്. കൃത്യമായ വിസിബിലിറ്റി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മയക്കുവെടി ഉതിർക്കാൻ കഴിയുകയുള്ളൂ. അതിന് കൃത്യമായ ഒരു വിസിബിലിറ്റി വേണം. അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അതിനുവേണ്ടിയായ ഒരു അനുയോജ്യമായ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് ഒരു ശ്രമം. ഇപ്പോൾ പക്ഷേ അതിനകത്തേക്കും മറ്റും, അതായത് മറവിൽ അകത്തേക്ക് ആന കയറി നിൽക്കുന്നു. അത് പക്ഷേ വിജയകരമാവില്ല. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വെടിയുതിർക്കാൻ കഴിയില്ല. കൃത്യമായി വിസിബിലിറ്റി ഉള്ളൊരു സ്ഥലം ലഭ്യമായി കിട്ടണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് വിജയകരമായി ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. നിലവിൽ ഈ വാഴത്തോട്ടത്തിനകത്ത് തന്നെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന വാഴത്തോട്ടത്തിനകത്ത് തന്നെ മറവിൽ ആണ് ആനയെ നേരിൽ കാണാൻ കഴിയില്ല. മറവിൽ നിൽക്കുന്നു. ആന അതിനകത്ത് തന്നെയുണ്ട്. അത് കൃത്യമായി ആ മുകൾ ഭാഗത്ത് നിന്ന് ഇറങ്ങി നേരത്തെ ഒരു വിസിബിലിറ്റി ഉള്ള ഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചുവെങ്കിൽ കൂടിയും പിന്നീടും ആന മാറി ഇതിൻ്റെ അകത്ത് തന്നെ ഒത്ത മധ്യത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആനയെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, കൺസർവേഷൻ ബയോളജിസ്റ്റുകളും ഒക്കെ ഉൾപ്പെട്ട ആ ടീം അവിടെയുണ്ട്. RRT സംഘം അതേസമയം അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് നീക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. അതേസമയം പോസിറ്റീവ് സൈൻ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ കാരണം അത് നീങ്ങുന്നുണ്ട്, മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ വലിയ സമയമാണ് എടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും, കൂടുതൽ ആ ദൗത്യം പ്രയാസകരമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന വീണ്ടും അതിനകത്തേക്ക് വന്ന് അവിടെ നിന്ന് നീങ്ങാതെ, നേരത്തെ പല സ്ഥലത്തും ആന നേരത്തെ മുകളിലേക്ക് കയറിയപ്പോൾ ഒരു മരത്തിൻ്റെ മറവിൽ കുറേ അധികം സമയം അവിടെ അനങ്ങാതെ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും വാഴത്തോട്ടത്തിനകത്തേക്ക് തന്നെ, ഒത്ത മധ്യത്തിലേക്ക് തന്നെ വരികയും അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്യുകയാണ്. അതേസമയം ഈ ദൗത്യ സംഘത്തെ സഹായിക്കുന്ന RRT സംഘം ശബ്ദമുണ്ടാക്കിയും കല്ലുകൾ വലിച്ചെറിഞ്ഞുമൊക്കെ ആനയെ ഒരു വശത്തേക്ക് ഭയപ്പെടുത്തി തിരിക്കുക, ഒരു ഭാഗത്തേക്ക് നീക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ വിസിബിലിറ്റി ഉള്ള ഒരു ഭാഗത്തേക്ക് എത്തും. അവിടെ വരുമ്പോൾ അവിടെ ആ സംഘം കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് കുറേ കൂടി കൃത്യമായൊരു വിസിബിലിറ്റിയൊക്കെ ലഭ്യമാവുകയാണെങ്കിൽ, ഡാർട്ട് ചെയ്യാൻ കഴിയുന്ന അനുയോജ്യമായൊരു സ്ഥലത്തേക്കാണെങ്കിൽ അവർക്ക് വ്യക്തത കിട്ടും. ആന ഈ വാഴത്തോട്ടത്തിനകത്തുകൂടി ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ട്. അത് നേരത്തെ ഉദ്ദേശിച്ചൊരു സ്ഥലമാണ്. പക്ഷേ അത് കുറേ കൂടി വ്യക്തതയും വിസിബിലിറ്റിയും ഒക്കെയുള്ള, മറവിൽ നിന്നൊക്കെ മാറി ഈ വെടി ഉതിർക്കാൻ കഴിയും വിധം, മയക്ക് വെടി ഉതിർക്കാൻ കഴിയും വിധമുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തുന്നതെങ്കിൽ അത് ദൗത്യത്തിന് ഗുണകരമാകും. അതല്ലെങ്കിൽ ഇപ്പോഴത്തേതുപോലെയുള്ള അനിശ്ചിതത്വം ഉണ്ട് തുടങ്ങി ആ ദൗത്യം ആരംഭിച്ചതിന് ശേഷം ആന പെട്ടെന്ന് ഒരു മറുഭാഗത്തേക്ക് പോയതാണ് വളരെ പെട്ടെന്ന് ഒരു അനിശ്ചിതത്വവും പ്രതിസന്ധിയും ഉണ്ടാക്കിയത്. അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ല എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ആനയെ ഒരു ഭാഗത്ത് നിന്ന്, ആനയുടെ ആന നിലയുറപ്പിച്ചൊരു ഭാഗത്ത് 2 വശങ്ങളിലായി ഈ ദൗത്യ സംഘത്തെ സഹായിക്കുന്ന RRT സംഘമുണ്ട്. അവർ ഇത് കുറേയധികം സമയമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചാൽ അത് അവർക്ക് വെറ്ററിനറി സംഘത്തിന് മയക്കുവെടി ഉതിർക്കാൻ കഴിയും. പക്ഷേ അത് കഴിയാതെ പോകുന്നു. ഈ വാഴ നല്ല തോതിൽ വളർന്ന, നല്ല ഉയരമുള്ള വാഴകളാണ്. അതിനിടയിൽ കൃത്യമായി ആനയ്ക്ക് മറവിൽ അനങ്ങാതെ നിലയുറപ്പിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ആ ലക്ഷ്യം കാണുകയില്ല ദൗത്യം
എന്ന ഒരു പ്രയാസമുണ്ട്. അതാണ് നേരിടുന്ന ഒരു അനിശ്ചിതത്വവും പ്രതിസന്ധിയും. അതേസമയം ഇപ്പോൾ പോസിറ്റീവായ ഒരു കാര്യം, അവർക്ക് ഈ വാഴത്തോട്ടത്തിൽ കൂടെ തന്നെ ആനയെ ഒരു ഭാഗത്തേക്ക് നയിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും അത് ഫലം കണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമേൽ ഫലം കാണുന്നില്ല. കുറേ കൂടി സമയമെടുക്കുന്ന ഒരു ദൗത്യമായി അത് മാറുന്നുണ്ട്. അത് എത്രത്തോളം ഗുണകരമായി മാറും, അനുയോജ്യമായ സ്ഥലത്തേക്ക് എപ്പോൾ എത്തിക്കാൻ കഴിയും എന്നതൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുകയില്ല. അതിനുവേണ്ടിയുള്ള ഒരു ദൗത്യമാണ്, ഒരു ശ്രമമാണ് അത് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരും ഈ വാഴത്തോട്ടത്തിൻ്റെ 3 വശങ്ങളിലായി RRT സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ നിലയുറപ്പിക്കുകയും അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്ലുകളും കമ്പുകളും ഒക്കെ വലിച്ചെറിഞ്ഞ് ശബ്ദമുണ്ടാക്കിയും ആനയെ എതിർഭാഗത്തേക്ക് നീക്കുക, അതായത് വിസിബിലിറ്റി ഉള്ള ഒരു ഭാഗത്തേക്ക് എത്തി അവിടെ നിലയുറപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര സഹായകരമാകും. ആന വീണ്ടും എതിർഭാഗത്തേക്ക് വാഴത്തോട്ടത്തിലൂടെ ആന പരിഭ്രാന്തിയോടെ ഓടുന്നതാണ്. അത് വിസിബിലിറ്റിയിൽ ഈ ദൃശ്യങ്ങൾ അത്രത്തോളം വ്യക്തമാവുകയില്ല. അതായത് ഈ RRT സംഘം നിന്നിരുന്ന ഭാഗത്തേക്ക് അവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വാഴത്തോട്ടത്തിനകത്തുകൂടി തന്നെ ആ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥർ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് അവർ ഉദ്ദേശിച്ചത് എതിർഭാഗത്തേക്കാണ്, പക്ഷേ അവർക്ക് നേരെയാണ് തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ തിരിയുകയും ആ ഭാഗത്തേക്കാണ് ഓടുകയും ചെയ്തിട്ടുള്ളത്. അത് പക്ഷേ അനുയോജ്യമായൊരു സ്ഥലമല്ല, അതായത് ഈ ദൗത്യം നിർവഹിക്കാൻ അനുയോജ്യമായൊരു സ്ഥലമല്ല. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ആനയ്ക്കൊരല്പം പരിഭ്രാന്തിയും മറ്റുമുണ്ട്. സ്വാഭാവികമായും ഇത്തരം ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ദൗത്യം അങ്ങനെ ശ്രമകരമായി നീളുന്നു. ഒരുപാട് ഇരുട്ടും വെളിച്ചം പോകുന്നൊരു സാഹചര്യമൊക്കെ വന്നാൽ അത് കൂടുതൽ പ്രയാസമൊക്കെ ഉണ്ടാക്കും. അത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. പക്ഷേ ഇപ്പോൾ അനുയോജ്യമായൊരു സ്ഥലത്ത് ആനയെ കിട്ടുന്നില്ല. ഒപ്പം അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആന നീങ്ങുന്നില്ല. എതിർഭാഗത്തേക്ക് മറ്റും പല തിരിഞ്ഞു പോകുന്നു. മറവിൽ കുറേയധികം സമയം നിലയുറപ്പിക്കുന്നു. ഇത്തരം പ്രയാസങ്ങളൊക്കെയാണ് ദൗത്യത്തെ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. പോസിറ്റീവ് സൈനുണ്ട്, ആ ശ്രമം തുടരുന്നുണ്ട്. അവർ ഒരു ഭാഗത്തും 3 ഭാഗത്തും ഈ RRT സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വെറ്റിനറി സംഘം, അതായത് ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേഷൻ ബയോളജിസ്റ്റുകളൊക്കെയുള്ള അവരുടെ സംഘവും മറുഭാഗത്ത് ഈ സാഹചര്യം നിരീക്ഷിച്ച് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് ആന എത്തിയാൽ ആ ദൗത്യം നിർവഹിക്കാൻ കഴിയും വിധം ഒരുങ്ങി നിൽപ്പുണ്ട്. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആനയെ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ വാഴത്തോട്ടത്തിൻ്റെ വിസിബിലിറ്റി അതിനകത്ത് ഈ മറവിൽ നിൽക്കുന്നു എന്നൊരു പ്രയാസമുണ്ട്. അത്തരം പ്രതിസന്ധി നേരിടുന്നു. അതായത് ദൗത്യം നീളുന്നു എന്നതാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം കൃത്യമായ ഒരു വിസിബിലിറ്റി കിട്ടുന്നില്ല എന്നൊരു പ്രയാസമുണ്ട്. ഒപ്പം ആന ഈ ഭാഗത്തേക്ക് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നൊരു സ്ഥലത്തേക്ക് കുറേ ഭാഗം നീങ്ങി വന്നെങ്കിലും പിന്നീട് വീണ്ടും മറുഭാഗത്തേക്ക് പിന്തിരിഞ്ഞോടുന്ന നില വന്നു. അവിടെ ആനയെ നീക്കാൻ അവിടെ നിന്നിരുന്ന RRT സംഘമൊക്കെ അവർക്കും പിന്തിരിഞ്ഞോടേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇപ്പോഴും അവരവിടെ നിന്ന് വാഴത്തോട്ടത്തിനകത്ത് തന്നെയാണ് ഇപ്പോഴും ആനയുള്ളത്. അവിടെ നിന്ന് ആനയുടെ ശ്രദ്ധ തിരിക്കാനും മറുഭാഗത്തേക്ക് വിസിബിലിറ്റി ഉള്ള ഭാഗത്തേക്ക്, അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് ദൗത്യം നിർവഹിക്കാൻ കഴിയും വിധം വിസിബിലിറ്റി ഉള്ള ഭാഗത്തേക്ക് ആനയെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ദൗത്യം അങ്ങനെ നീളുകയാണ്. അനിശ്ചിതത്വം പൂർണ്ണമായും നീക്കാൻ കഴിയുന്നില്ല. അതൊരു പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇത്രയധികം മണിക്കൂറുകളായി 12 മണിക്കൂറോളമാകുന്നു. അത്രയധികം മണിക്കൂറുകളായി തുടരുന്നൊരു ദൗത്യമാണ്. അക്ഷരാർത്ഥത്തിൽ മാനന്തവാടി ആകെ സ്തംഭിച്ച ഒരു സാഹചര്യമുണ്ട്. ആളുകളോട് പുറത്തിറങ്ങരുതെന്ന് തുടർച്ചയായ നിർദ്ദേശമുണ്ട്. നഗരം അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പലയിടത്തും നടപ്പാക്കിയിട്ടുണ്ട്. അത്തരം പ്രതിസന്ധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ആ ദൗത്യം രാവിലെ മുതൽ ഈ ഒരു പരിഭ്രാന്തി ആ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ട്. സ്കൂളുകളിലേക്ക് പോയ വിദ്യാർത്ഥികൾ അവിടെ തന്നെ തുടരാനും അല്ലെങ്കിൽ സ്കൂളുകളിൽ അടച്ചിടാനും ഒക്കെ നിർദ്ദേശം വരികയും ചെയ്തതാണ്. വൈകുന്നേരം ആകുമ്പോൾ ഈ ജോലിയെടുക്കാൻ പോയവരൊക്കെ മടങ്ങുന്ന സമയമാണ്. പൊതുവേ നഗരത്തിലും റോഡിലുമൊക്കെ തിരക്കുണ്ടാവേണ്ട ഒരു സമയം കൂടിയാണ്. എന്താണ് ആ ഒരു സാഹചര്യം? പ്രത്യേകിച്ച് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം അത് പ്രധാന റോഡിനോട് ചേർന്നുള്ള ഇടമാണോ? ഗോകുൽ, ഇപ്പോൾ ആനയുള്ള സ്ഥലം എന്നത് സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. താരതമ്യേന മാനന്തവാടി നഗരത്തോട് ചേർന്ന ഏറ്റവും സുരക്ഷിതമായ, അതായത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സ്ഥലത്താണ്. അതായത് 2 ഭാഗവും കുന്നാണ്. അത് അങ്ങനെ ചേരുന്ന ഒരു താഴ്വാരം, ഒരു ചതുപ്പ് മേഖലയാണ്. അപ്പോൾ ഈ നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ ആനയ്ക്ക് ഓടിക്കയറുക എന്നത് അത്ര പ്രായോഗികമായി എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. ആളുകൾ പോകുന്ന ഒരു പ്രധാന പാതയുടെ ഓരത്തൊന്നുമല്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്കെല്ലാം വലിയ 2 വശത്തും വലിയ കുന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നതാണ് താരതമ്യേന ഏറ്റവും സുരക്ഷിതമായൊരിടം. പക്ഷേ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവരുടെ സ്വൈര്യ ജീവിതത്തിനൊക്കെ ഒരു പ്രയാസമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ദൗത്യം വളരെ വേഗത്തിലൊന്നും പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. അതങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ആളുകൾ ഇതേ നിലയ്ക്ക് തന്നെ തുടരേണ്ടി വരും. കാരണം ആന വന്നതൊക്കെ ജനവാസ മേഖലയിലാണ്. തൊട്ടടുത്തെല്ലാം ആന നിലയുറപ്പിച്ചതിൻ്റെ ഒരു 100 മീറ്റർ ചുറ്റളവിൽ എല്ലായിടത്തും ജനവാസ മേഖലയാണ്. സ്കൂളുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. രാവിലെ കുറേ കുട്ടികൾ സ്കൂളിലെത്തി. അവരെ പിന്നീട് തിരിച്ചു വിടാൻ കഴിയാത്ത സ്ഥിതി. വഴിയിലായ കുട്ടികളോടൊക്കെ തിരികെ പോകാനുള്ള നിർദ്ദേശം നൽകി. പിന്നീട് ആളുകളോട് പുറത്തിറങ്ങുന്ന നിരോധനാജ്ഞ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുൾപ്പെടെയുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ മാനന്തവാടിക്കാർ ബന്ദികളാക്കപ്പെട്ടു എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ വളരെ വേഗത്തിൽ ഈ ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആളുകൾക്ക് വലിയ ആശ്വാസമാകും. ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലം മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്നത് ആശ്വാസകരം. പക്ഷേ അപ്പോഴും ഇതിനോട് ചേർന്ന എല്ലാം ജനവാസ മേഖലയാണ്. സ്കൂളുകളുണ്ട്. തൊട്ട് ചേർന്നാണ് ലിറ്റിൽ ഫ്ലവേഴ്സ്
സ്കൂളുള്ളത്. ഒപ്പം മറ്റ് സെറ്റിൽമെൻറ്റ് ഏരിയ തൊട്ട് മുകളിലുണ്ട്. ഒപ്പം വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് ഈ ദൗത്യ സംഘം. ഒപ്പം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഡോക്ടർ രാജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള അവരുടെ ബയോളജിസ്റ്റ് ടീമുകളും ഒക്കെ കൃത്യമായി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറേ കൂടി അനുയോജ്യമായ ഒരു വിസിബിലിറ്റി അവിടെ കിട്ടുമെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ദൗത്യ നിർവഹണത്തിനുള്ളൊരു ശ്രമം അവർ നടത്തി നോക്കുന്നുണ്ട്. നിൽക്കുന്നതിൻ്റെ നേരെ എതിർഭാഗത്താണ് ആനയുള്ളത്. ഇവിടെ നിന്ന് എന്തായാലും മയക്കുവെടി ഉതിർക്കാൻ കഴിയുകയില്ല. പക്ഷേ അതിനുവേണ്ടി ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് ആന നീങ്ങുകയാണെങ്കിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഴത്തോട്ടത്തിൽ തന്നെ ആന നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് ഈ RRT സംഘവുമുണ്ട്, അവരും അവിടെ നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് എത്തിയാൽ കുറച്ചൊരു അല്പം കൂടി നീങ്ങിക്കിട്ടിയാൽ കുറെ കൂടി വിസിബിലിറ്റി അവർക്ക് നേരിൽ, നമ്മുടെ ദൃശ്യങ്ങളിലല്ല, അവർക്ക് ആനയെ കുറെ കൂടി വ്യക്തതയോടുകൂടി ഈ കുറച്ചടുത്ത് നിന്ന് അവർക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. ഒപ്പം ഇനിയും നീങ്ങുന്നില്ലെങ്കിൽ കൂടുതൽ ശബ്ദമുണ്ടാക്കി പടക്കവും മറ്റോ പൊട്ടിച്ചോ തെറ്റാലി ഉപയോഗിച്ച് കല്ലുകൾ വിട്ട് ആനയെ, അതായത് ചെറിയ തോതിൽ ആനയെ ഒന്ന് അനക്കി ഒരു അസ്വസ്ഥതയുണ്ടാക്കി, ഒരു ഭയമുണ്ടാക്കി നീക്കുക എന്നതാണ്. അതാണ് ഈ തെറ്റാലിയും ഉപയോഗിച്ച് ആനയ്ക്ക് നേരെ ചെറിയ തോതിൽ നീക്കാനുള്ളൊരു ശ്രമം നടത്തുന്നൊപ്പം കല്ലുകളും കമ്പുകളുമൊക്കെ വലിച്ചെറിഞ്ഞ് മറുഭാഗത്തേക്ക് നീക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. എന്തായാലും കുറച്ചുകൂടി സമയം എടുക്കും. ഒപ്പം ഈ സംഘം, അതായത് ഈ ഡോക്ടറുടെ സംഘം, അതായത് മയക്കുവെടി ഉതിർക്കാനുള്ള ടീം, അവർ RRT ചെയ്യാനുള്ള സംഘം ഒരു ഭാഗത്ത് കൃത്യമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയാൽ, അതും ഒരു 50 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഇതെല്ലാം. ഇപ്പോൾ നിൽക്കുന്നത് താരതമ്യേന ദൗത്യം നടത്താൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. പക്ഷേ അവിടെ ഈ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഈ മറവിൽ നിൽക്കുന്നു എന്നതും അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൃത്യമായി ഒരു വിസിബിലിറ്റി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു ടെറൈൻ കുറച്ച് കുഴപ്പം പിടിച്ച, അല്ലെങ്കിൽ വളരെ എളുപ്പമല്ലാത്തൊരു ടെറൈൻ ആയതുകൊണ്ടുമുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ഒരു ഭൂമിയുടെ ഒരു സ്വഭാവം അതാണ്. അതുകൊണ്ട് ആണ് ദൗത്യം അങ്ങനെ നീളുന്നത്, അല്പം ഒരു അനിശ്ചിതമായി നീളുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മറുവശത്ത് ആനയുടെ ഒരു 50 മീറ്റർ ചുറ്റളവിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. ഒരു വിസിബിലിറ്റിയിലേക്ക് വന്നാൽ കടക്കാം, ഈ ദൗത്യത്തിലേക്ക് കടക്കാം എന്ന നിലയിലാണ് അവർ ഇപ്പോൾ. ദൗത്യസംഘം ഏതായാലും മുന്നം പിടിച്ച് കാത്തു നിൽക്കുകയാണ്. ആന നിൽക്കുന്ന വാഴത്തോപ്പിന്റെ 3 വശവും വളഞ്ഞ് അനുയോജ്യമായ ഇടത്തേക്ക് അതിനെ നീക്കാനുള്ള ശ്രമമാണ്. ഏതായാലും അത് പക്ഷേ നീണ്ടുപോകുന്നു. ആന നിന്നിടത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ തിരികെ